വണ്ണ പിന്നെ കൂട്ടായി ഭാഗത്തുള്ള പല ആൾക്കാരെയും കാണാറുണ്ട്. അവർക്ക് തന്നെ ഓടിപ്പിക്കാറാണ് ചെയ്യുന്നത് ഇവിടുന്ന്. കാരണം അവർ വണ്ടിയുമായിട്ട് വരുമ്പോൾ കേസ് എടുക്കും, അത് റിപ്പോർട്ട് ചെയ്യും, പിന്നെ എക്സൈസുമായിട്ട് ബന്ധപ്പെടാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തീരെ പരിചയമില്ലാത്ത പല മുഖങ്ങളെ ഇവിടെ കാണാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള ഈ പന്തകൾ ഇവിടെ ഒരു ഓപ്പൺ ഏരിയയ്ക്ക് മാറ്റുകയാണെങ്കിൽ സാമൂഹ്യ വിരുദ്ധർക്ക് ഇവിടെ കൂടിയിരിക്കാനുള്ള ഒരു അസൗകര്യം ഉണ്ടാവും. അത് നമ്മളെല്ലാം പിന്നെ കൂടാതെ വിജിലൻ്റായിട്ട് നമ്മൾ ഇതിൻ്റെ സാന്നിധ്യം, നമ്മുടെ ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. പിന്നെ ഈ റോട്ടിലോട്ട് ഞാൻ നിൽക്കുന്ന മരങ്ങളൊക്കെ തീർച്ചയായിട്ടും വെട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് റോഡ് സേഫ്റ്റി കൗൺസിൽ ഒരിക്കലും അംഗീകരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരികയാണ് ഇതിൻ്റെ ഭാഗത്തു നിന്ന് മരങ്ങളൊക്കെ. പിന്നെ ഇതിൽ നമ്മൾ ഈ അജിതപ്പടിയും പിന്നെ പല്ലാറും ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വിജിലൻ്റ് ടീമിനെ നമ്മൾ ഉണ്ടാക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4-5 പേര് ഇവിടുന്നു, 4-5 പേര് അവിടുന്നു. അവരുടെ ഒരു ഇടയ്ക്കിടയ്ക്കുള്ള പിന്നെ ഒരു പരിശോധനയിലൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആൾക്കാർ പോയിക്കോളും. ഇപ്പോൾ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴായിട്ട് രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ കാണാൻ കുട്ടികൾ, പ്രത്യേകിച്ച് കുട്ടികൾ, പെൺകുട്ടികൾ മനസ്സിലാറുണ്ട്. പെൺകുട്ടികൾ ഇതിലൂടെ പോകുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ട്. കാരണം യുവാക്കളുടെ അവരുടെ സാന്നിധ്യം വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. അത് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടി കൂട്ടായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാടിനെ നല്ല രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. വെളിഞ്ഞാട്ടം ഇവിടെ ഉണ്ട്, വെളിഞ്ഞിട്ട് കാണുന്ന പാലത്തിൻ്റെ അവിടെയൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴായിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ എന്നോട് നിങ്ങൾ വിളിച്ചാൽ മതി. ഞാൻ നോക്കുമ്പോഴൊക്കെ അധികവും നമ്മളെ കുടുംബക്കാരെന്നെ ഏറ്റുണ്ടാവുക. കുടുംബക്കാരും പരിചയക്കാരൊക്കെ ഏത് രീതിയിലായാലും ശരി, കുടുംബക്കാരായാലും പരിചയക്കാരായാലും ഒക്കെ ആര് തിന്മ ചെയ്താലും അതിനെ നമ്മൾ എതിർക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഇറങ്ങി പുറത്തുവിട്ടിരിക്കുന്ന ഈ സാമൂഹിക പ്രവൃത്തി തീർച്ചയായിട്ടും അത് എല്ലാവിധ ആശംസകളും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും ഇത്തരം പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ശുചിത്വ കേരളം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ടായാൽ മതി. നാടിൻ്റെ വളരെ പ്രകൃതി രമണീയമായ ഒരു ഏരിയ കൂടിയാണ്. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഇതുണ്ടല്ലോ ഈ താമര കൃഷിയുമായി ബന്ധപ്പെട്ട് വളരെയധികം പരാതി കേൾക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പാമ്പുകൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, പലപ്പോഴായിട്ട്